ഇന്നു മുതൽ ഈ രാജ്യസഭയിൽ നിനക്ക് പ്രവേശനം നിഷേധിക്കുകയാണ്. ഇത് നമ്മുടെ ആജ്ഞയാണ്. ഇതിനുശേഷം കൃത്യമായ അന്വേഷണവും ഉണ്ടാവും. അഥവാ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടുത്ത തീരുമാനത്തിന് വേണ്ടി നീ തയ്യാറായിരിക്കേണ്ടതാണ്. പിതാശ്രീ, അരുത്. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പിതാശ്രീ? എവിടെ എന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്നത് എന്താണെന്ന് അങ്ങേക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങയുടെ സഹോദരൻ നമ്മുടെ സിംഹാസനവും നമ്മുടെ അധികാരവും അങ്ങനെയെല്ലാം നമുക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അങ്ങ് നമ്മോട് എന്ത് സംഭവിച്ചുവെന്ന് ഒന്നും സംഭവിച്ചില്ലേ? അരുത്. നീ ഇത്രയ്ക്കും ക്ഷുഭിതനാവാൻ പാടില്ല കുമാര. നിനക്കൊന്നും ചെയ്യാനാവില്ല. ഈ സമയത്ത് നിനക്ക് ശാന്തതയാണ് വേണ്ടത്. നീ നമ്മെ വിശ്വസിക്കില്ല. അങ്ങയിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ദുർവിധി ഉണ്ടായിരിക്കുന്നത്. ഇനി നാം ചെയ്യുന്നത് എന്തായാലും അത് സ്വയം ചെയ്യുന്നതാണ്. നാം അങ്ങയോട് വളരെ വ്യക്തമായി പറയുകയാണ്. അഥവാ അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരൻ മഹാരാജൻ വിക്രമദേവൻ നമുക്ക് രാജ്യതിലകം ചാർത്തിയില്ലെങ്കിൽ ഇനി നാം അയാളെ നമ്മുടെ കരങ്ങൾ കൊണ്ട് വധിച്ചു കളയുന്നതാണ്. ഇക്കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ കുമാര, നീ മഹാരാജാവിനെ വധിക്കുവാനുള്ള പരിശ്രമം നടത്തിയോ? അതുപോലെ അങ്ങ് ഇവിടെ നിഷ്ക്രിയനായി നിന്നുകൊണ്ട് എല്ലാം കേൾക്കുകയാണോ? നാം പറയുന്നത് കേട്ടാലും അവിടുന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ പുത്രൻ കുമാരൻ യഥാർത്ഥത്തിൽ ഒരു നിരപരാധിയാണ്. ഒന്ന് നിൽക്ക. കുമാരന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ അന്യായവും അതുപോലെ ഈ വിശ്വാസവഞ്ചനയും ഇനിയും നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. നാം എല്ലാ സത്യവും വെളിപ്പെടുത്തുന്നതാണ്. നാം ഇപ്പോൾ തന്നെ മഹാരാജാവിന്റെ അടുത്ത് ചെന്ന് എല്ലാ സത്യവും വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തന്നെ നാം മഹാരാജാവിന്റെ അടുത്ത് ശബ്ദിച്ചു പോകരുത്. അഥവാ ഈ കാര്യം ഈ 4 ചുമരുകൾക്കും പുറത്തു പോയാൽ അവിടുത്തെ പ്രിയപ്പെട്ട വളർത്തുപുത്രി രൂപവതിയെ നാം വധിക്കുന്നതാണ്. അവളെ വധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുപോലെ മഹാരാജനും. കേൾക്കൂ, നാം കുമാരദേവൻ, നാം തന്നെ ഈ രൂപനഗരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതാണ്. എന്നാൽ ഒരു സംശയം ബാക്കിയുണ്ട്. ഇനി അത് കാണുന്നതിനായി എത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാകും? അതുപോലെ എത്ര ആളുകൾ അത് മുകളിൽ നിന്നും കാണും.
നാം 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 കോലിക രാജ്യത്തെ രാജകുമാരനാണ്, ഗന്ധർവൻ. നിങ്ങൾക്ക് ദുർഗന്ധ എന്ന നാമമാണ് യോജിക്കുന്നത്. ദൂരെ പോകൂ. അപ്പോഴങ്ങ് സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഈ വനത്തിൽ എന്തിനാണ് നിൽക്കുന്നത്? നാം നമ്മുടെ ഇഷ്ടപ്രകാരം നിൽക്കുന്നതല്ല. ഒരു സന്യാസിയുടെ പുത്രിയുടെ പ്രണയത്തിൽ മുഴുകിപ്പോയതാണ് നാം. പിന്നീട് ആ സന്യാസി കാര്യം അറിഞ്ഞപ്പോ നമ്മെ ശപിച്ച് ഈ വനത്തിനുള്ളിൽ ബന്ധിതനാക്കി. കൊള്ളാം, നിങ്ങൾ ആത്മാർത്ഥതയുള്ള കാമുകനാണല്ലോ. ഇതെന്താ, പ്രണയിച്ചു പോയതുകൊണ്ട് അങ്ങ് പ്രാണിയായി മാറിയോ?